ഇത് 4 വലിയത് 150 ആണ് ഇതിൽ റേറ്റ് പറയുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ബാംഗ്ലൂർ കറങ്ങാൻ പോവാന്ന് നമ്മൾ പറഞ്ഞു. നമ്മളിപ്പോൾ ആദ്യമേ സ്ട്രീറ്റിലേക്ക് പോവാം കുറച്ച് പർച്ചേസ് ചെയ്യാനായിട്ട്. പൊന്നു, ഏത് സ്ട്രീറ്റിലേക്ക് നമ്മൾ പോകണം പൊന്നു? കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. ബാംഗ്ലൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റുകളിലൊന്നാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. നമ്മളെല്ലാവരും ഉണ്ട്. എന്താ പൊന്നുട്ടി? ഓക്കെ, ലെഫ്റ്റിൽ പോകാം. നമ്മളിത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ വന്നു. അപ്പോൾ ഈ പെട്ടി വണ്ടിക്കകത്ത് വെച്ചേക്കുന്നതുകൊണ്ട് വണ്ടി അവിടെ ഇട്ടിട്ട് പപ്പയും അച്ചാച്ചനും വണ്ടിയുടെ അവിടെ നിൽക്കുവാണ്. ഇനി നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഒന്ന് കറങ്ങി കൊച്ചിന്, മമ്മിക്ക്, പപ്പയ്ക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം. ഇവിടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ സാധനങ്ങൾക്കും വില കുറവുണ്ട്. അതാണ് പ്രധാന കാരണം. മമ്മിക്ക്, പൊന്നൂന്, അമ്മയ്ക്ക്, പൊന്നൂട്ടിക്ക് എല്ലാവർക്കും ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഹലോ ഗൈസ്, മൊത്തത്തിൽ ഇവിടെ നിന്ന് ഒരു 7 ജോഡി ചെരുപ്പ് മേടിച്ചു. ഈ 2 വീതം ആളുകൾക്ക്. നമ്മൾ ബാംഗ്ലൂർ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എറണാകുളം ബ്രോഡ്വേ ആയിട്ടാണ്. ബ്രോഡ്വേ ഒക്കെ പോലെ തന്നെയാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. സാധനങ്ങളുടെ വിലക്കുറവ് എന്നുള്ളതാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിനിടയിൽ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ട്. കൂട്ടുകാരൻ ഒരു 2 മണിക്കൂറിനുള്ളിൽ ഇവിടെ എന്നെ ക്യാച്ച് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവനും കൂടി നമുക്കൊന്ന് കോൺടാക്ട് ചെയ്യണം. 7 ജോഡി ചെരുപ്പ് നമ്മൾ മേടിച്ചപ്പോൾ നമുക്ക് ആകെ 2000 രൂപയേ ആയുള്ളൂ. അപ്പോൾ ചെരുപ്പ് നമുക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു റേറ്റിന് റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റി. 1, 2, 3, 4 പെണ്ണുങ്ങൾക്കായിട്ട് 7 ചെരുപ്പ് മേടിച്ചു. അത് നമുക്ക് ഒരു 2000 രൂപയ്ക്ക് കിട്ടി. അതിൽ നിന്ന് അവർ ഡിസ്കൗണ്ട് ചെയ്തേനെ, പക്ഷേ ഞാൻ അതിൽ വലിയ ഇനീഷ്യേറ്റിവിറ്റി എടുക്കാത്തത് കൊണ്ട് അവർ കുറച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ബാഗ് വേണം എന്ന് ദിൽകാഷി എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്ക് കയറുവാണ് ബാഗിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വിലയൊക്കെ ഒന്ന് നോക്കാം. 50% ഓഫർ എന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഈ പെണ്ണുങ്ങളെല്ലാം ഇന്ന് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ തകർക്കാൻ വേണ്ടി തീരുമാനിച്ച്. കൂടാതെ ഈ ചെറുതുണ്ട്, അവൾക്കൊരു ഷൂ വേണമെന്ന് പറഞ്ഞിട്ട് അവളിവിടെ വേറെ. എന്താ വേണ്ടത് പൊന്നുട്ടിക്ക്? ഷൂവാ? ഓക്കെ, ഷൂ മേടിക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇനി അവൾക്കുള്ള ഷൂ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. ആ കടയിലെ പുള്ളിക്കാരൻ വളരെ നല്ല ഒരു ചേട്ടനാണ് കേട്ടോ. പുള്ളിക്കാരൻ നമ്മുടെ കൊച്ചിൻ്റെ തൊപ്പി ഇവിടെ വെച്ച് വിട്ടുപോയിട്ട് എന്നാ താങ്ക്സ്, നമ്മളെ തിരിച്ചു വിളിച്ച തൊപ്പി തന്നു എന്തായാലും. അപ്പോൾ ഇനിയിപ്പോൾ കൊച്ചിന് ഷൂ മേടിക്കാനായിട്ട് നമ്മളത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് എന്നോട് ഫ്രണ്ട്ലി ആവാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ഇന്നലെ കണ്ടുകൊണ്ട് അത്ര ഫ്രണ്ട്ലി അല്ല, പക്ഷെ ഇന്നിപ്പോൾ ഇച്ചിരി അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഷൂ ഒക്കെ മേടിച്ചു കൊടുത്തപ്പോൾ ഒരു ഹായ് ഗൈസ് പറഞ്ഞു. ഹായ് ഗൈസ് പറഞ്ഞു. അയ്യോ, എൻ്റെ തൊപ്പി പോയല്ലോ. എല്ലാവർക്കും അങ്ങ് മേടിച്ചേക്ക്. കാശ് കഴിഞ്ഞില്ലെങ്കിലും മമ്മീനെ ഞാനിവിടെ അങ്ങ് നിർത്തിയിട്ട് പോകും. 2 പേരുണ്ട്, 1, 2. ഈ 2 എണ്ണത്തിനെ ഞാനിവിടെ നിർത്തിയിട്ട് പോകാമെന്ന് വിചാരിക്കുക. ഇവിടെ കടയിൽ വല്ല പണിയൊക്കെ എടുത്തിട്ടായാലും ഇവിടുത്തെ കാശങ്ങ് കൊടുത്തു. കുഴപ്പമില്ല, എടുത്തോ. ഒന്നെങ്കിൽ തിരിഞ്ഞു കിടന്നേ പൊന്നു. എങ്ങനെയുണ്ട്? എന്നിട്ട് നല്ല ഹൈറ്റ് വൈസ് നല്ലതാ. അത് നല്ല കാര്യമാണ്. അത് നല്ലതാ. തന്നെ നമ്മൾ വാക്ക് വേ എന്ന് പറഞ്ഞൊരു ചെറിയ ഷൂ ഷോപ്പിലേക്ക് വന്നേക്കുവാണ് കൊച്ചിന് ഷൂ മേടിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട് കണ്ടിട്ട്. നമ്മൾ പിള്ളേർക്ക് ഷൂവോ അല്ലെങ്കിൽ ചെരുപ്പോ എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ ബാക്ക് സപ്പോർട്ടുള്ള ഒരു ചെരുപ്പ് എടുക്കുവാണെങ്കിൽ അത്ര നല്ലതാണ്. കാരണം അത് നമുക്ക് പോകാൻ സാധ്യത കുറവാണ്. പിള്ളേരായതുകൊണ്ട് വളരെ ടഫായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നടക്കും. അവർ പോകണം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് സപ്പോർട്ടുള്ള ടൈപ്പ് ഒരു ഷൂ, അതുപോലെ തന്നെ ഷൂ എന്ന് പറയുമ്പോൾ ഫുൾ സപ്പോർട്ടുള്ളതാണ്. ഒരു ചപ്പലാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഷൂ നോക്കുന്നുണ്ട്. ഒന്ന് കാണിച്ചേ, ഒന്ന് നീക്കി വെച്ചേ. സൂപ്പർ ഷൂ ആട്ടോ. ഷൂ അല്ല, ചെരുപ്പ്. ഇഷ്ടപ്പെട്ടോ? പൈസ എത്രയാന്ന് ചോദിച്ചേ അവരോട്. പൈസ എന്ന് ചോദിച്ചേ. പൈസ കിട്ടുന്ന ഹേ ബായിന്ന് ചോദിക്കും. പൊന്നോട്ടിക്ക് അടുത്ത പുതിയൊരു ഷൂ ട്രൈ ചെയ്യുവാണ്. പൊന്നോട്ടിയുടെ സൈസ് എത്രയാ? 3. കുഴപ്പമില്ല.
നല്ല ഷൂ ആണോ? ആ അന്ന് പൊക്കി പിടിച്ചേ, പാൻ്റ് ഒന്ന് പൊക്കി പിടിച്ചേ. ആ ഇനി ഒരു താങ്ക് യു പറഞ്ഞേ, ആ ചേട്ടനൊരു താങ്ക് യു പറഞ്ഞേ. താങ്ക് യു പറഞ്ഞേ, ഒരു താങ്ക് യു പറഞ്ഞേ. താങ്ക് യു ഓക്കെ എന്ന് പറ. ആ ചേട്ടൻ ചോദിച്ചു കേട്ടോ. ഓക്കെ തംസപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ. ഓ എന്നെ തല്ലല്ലേ. ഓക്കെ പറയേ. ഓക്കെ ഓക്കെ ഒന്ന് നടന്നേ, ഇങ്ങനെ നടന്നേ, പതുക്കെ നടന്നു വന്നേ. ഓക്കെ ആണോ? ഓക്കെ എന്റെ ദൈവമേ, പൊന്നൂട്ടി എത്ര ഷൂ മേടിച്ചിന്ന്? ഒന്ന് നടന്നു നോക്കിയേ, ഇങ്ങ് തിരിച്ചു വന്നേ. ഓക്കെ നമ്മളത് പൊന്നൂനൊരു ഷൂ നോക്കുവാണ്. ഒരു ഹൈ ഹീൽ ടൈപ്പ് നല്ലൊരു ഷൂ ആണ് നോക്കുന്നത്. അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് 1300 രൂപയുള്ളൂ. അത് അവർ ഡിസ്കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നടന്നേടി പൊന്നു, ഒന്ന് അവിടെ നിന്ന് നടന്നു വന്നേടി. എടി ഒന്ന് നടന്നേടി. ഇപ്പൊ പൊന്നൂട്ടി മമ്മൂട്ടി നടക്കുന്ന പോലെ നടക്കുവാണ്. ഹായ് ഗൈസ് എന്ന് പറഞ്ഞേ. ഗൈസ് ഇവിടെ നിന്ന് ചവിട്ടിക്കൊണ്ടിരിക്കുവാണ്. ഇടിജിന് ഷോപ്പ് ചെയ്യാനാകും കേട്ടോ. നമ്മളിതേ എന്നെ എത്ര ഷൂ മേടിച്ചിട്ട് 1 2 3 4 5 6 ചെരുപ്പുകൾ ഇൻക്ലൂഡിങ് പൊന്നും 2 പൊന്നുമാർക്കും ചെരുപ്പ് മേടിച്ചിട്ട് നമുക്ക് എല്ലാം കൂടി ചേർത്തിട്ട് 3200 രൂപയുള്ളൂ. 6 ചെരുപ്പ് ഷൂ, അതായത് ഷൂ ഇൻക്ലൂഡഡ് ചെരുപ്പുകളും കൂടി കൂട്ടിയിട്ട് 6 എണ്ണമാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ദ ഷൂസ് എന്ന് പറഞ്ഞ് ഹിജാബ് സോണിൻ്റെ താഴെ ദ ഷൂസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്ക് നമ്മൾ വന്നു. അവിടെ ആണുങ്ങളുടെ ഷൂസ്, അതായത് എനിക്കും അച്ചാച്ചനും പപ്പയ്ക്കൊക്കെ ഒരു ചെറിയ ചെരുപ്പും ഷൂ ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്തായാലും നമുക്ക് നോക്കാം. നല്ല സെലക്ഷനൊക്കെ ഉണ്ട്, ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണ് ഞാൻ മേടിച്ച ഷൂ. ഇത് 850 അവർ പറയുന്നത്. അവർ കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അച്ചാച്ചനും പിന്നെ പപ്പയ്ക്കും കൂടി കൂട്ടിയിട്ടുള്ള ചെരുപ്പുകൾ മേടിച്ചിട്ടുണ്ട്. അതിന് ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ഇതുപോലെ തന്നെയാണ്, പശുക്കൾ ഇതേപോലെ ഇങ്ങനെ വിട്ടേക്കുവാണ്. സാധാരണ നമ്മുടെയൊക്കെ സ്ഥലങ്ങളിൽ ഇതുപോലെ പശുക്കളെ വിടണമെങ്കിൽ പുല്ലോ കാര്യങ്ങളൊക്കെ വേണം. ഇവിടെ അതൊന്നും വേണ്ട. പ്ലാസ്റ്റിക്, പേപ്പർ, എല്ലാ സാധനങ്ങളും വെയർ 3 ഫുൾ സെറ്റിന് 1000 രൂപ വില. അപ്പോൾ ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകണം. അതിനിടയിൽ പൊന്നൂട്ടിക്ക് ഒരു ഐസ്ക്രീം വേണമെന്ന് പറയുന്നുണ്ട്. അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഐസ്ക്രീം കട എവിടെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും പോയി നോക്കണം. നമ്മൾ പെട്ടെന്ന് കണ്ടതാണ് ഈ അമ്പലം. എന്തായാലും നല്ല മനോഹരമായിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ആ ഷൂ മേടിച്ച കടയിലെ പയ്യൻ ആള് കൊള്ളായിരുന്നു കേട്ടോ. അവൻ പേശി നമ്മൾ ഒരു ഇത്രയും ഐറ്റംസ് നമ്മൾ 2500 രൂപയ്ക്ക് ഫൈനൽ നമുക്ക് സാധനം കിട്ടി. വലിയ കുഴപ്പമില്ലാത്തൊരു ഡീലായിരുന്നു. 2 ചെരുപ്പും പിന്നെ എനിക്കൊരു 2 ഷൂവും അതായിരുന്നു. അത് 2500 രൂപയ്ക്ക് എല്ലാം കൂടി കൂട്ടിയിട്ട് കിട്ടി. അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും വരണമെന്നും കൂടി പറഞ്ഞു. അപ്പോൾ അവനതിൽ നിന്ന് ലാഭമുണ്ട്. അവനെ നമ്മൾ ഉറപ്പിച്ചില്ല, നമ്മൾ ഉറപ്പിച്ചില്ല. നമുക്ക് ആ പ്രൈസിന് നല്ല അടിപൊളി ഷൂകൾ 2 എണ്ണവും പിന്നെ 2 ചെരുപ്പും കിട്ടി. VKC പ്രൈഡിൻ്റെ ഒരു ഐസ് ഗോള മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ അവൾ ഐസ് ഗോള ഇതാണ് ഐസ് ഗോള. അപ്പോൾ അവൾ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ഞാനൊരു സർബത്തും കൂടി പറയുന്നുണ്ട്. നിസ്സാര സമയം കൊണ്ട് ഐസ് ഗോളൊക്കെയുള്ള സാധനം റെഡിയാക്കി. ഐസ് ഗോള ഷുഗർ ലിറ്റിൽ ബിറ്റ് ഹൈ. പുള്ളി എന്തായാലും ഐസ് ഗോള റെഡിയാക്കിയിട്ടുണ്ട്. പൊന്നു അങ്ങ് പോയല്ലേ? ആ
മിക്സ് ഫ്ലേവറാ? മിക്സ് ഫ്ലേവർ. മിക്സ് ഫ്ലേവർ. मैंगो जूस है ना भाई? हाँ. एक ग्लास का कितना? 60 रुपये. भाई പുള്ളി അതൊരു 2/3 करो. 3-4 ഫ്ലേവർ ഇടുന്നുണ്ട് അതിൽ. ചോല മാങ്ങ പിന്നെ പറയുക ചെറുപ്പത്തിൽ എന്തോ ടേസ്റ്റ്. വന്നപ്പോഴത്തേക്ക് ആട്ടോ കണ്ടത് ഈ കാളയുടെ പുറത്ത് ഈ ഇതെല്ലാം വെച്ച് കെട്ടിയിട്ട് ഒരു ദൈവത്തിൻ്റെ സ്റ്റൈലിൽ കാളേനെ ഇങ്ങനെ കൊണ്ടു നടക്കുവാണ്. അപ്പോൾ അതിന് ഓരോ കടയുടെ ഫ്രണ്ടിൽ ചെന്നിട്ട് അവർ പൈസ മേടിക്കും. അങ്ങനെയാണ് ഈ പരിപാടി. അവിടെ അപ്പോൾ ആ ആള് പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാളയായിട്ട് വന്നു കഴിഞ്ഞിട്ട് ദൈവത്തെ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തോ ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമാണല്ലോ കാള എന്ന് പറയുന്നത്. കാള എന്തായാലും അതിനെ മേത്തെന്തോ വിഗ്രഹം എന്തൊക്കെയോ വെച്ച് കെട്ടിയിട്ടുണ്ട്. അതിനെ കൊണ്ട് നടക്കുവാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കേരളത്തിൽ വളരെ കുറവാണ്. എന്നാലും ബാംഗ്ലൂർ ഇത് ഒരുപാടുണ്ട്. എല്ലാ കടക്കാരും ഇപ്പോൾ രണ്ടാമത്തെ കടക്കാരനാണ് 10-20 വെച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. കാണുമ്പോഴത്തേക്കൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും അവർ ദൈവമായിട്ടാണ് കാണുന്നത്. പറ്റിപ്പിൻ്റെ ഓരോ രീതികളായിരിക്കാം, അതല്ലെങ്കിൽ ഒരു വിശ്വാസമായിരിക്കും. അവർ കൊടുത്തു. ആ കടക്കാരും കൊടുത്തു. എല്ലാം കാണാൻ കേട്ടോ. ഒരുപാട് കാളി, ശിവൻ, ശിവൻ്റെ സർപ്പങ്ങൾ, അതുപോലെ തന്നെ ഗണപതി. അത് ഇവിടെ തന്നെ ഒരു റിസോർട്ടാണ്. സോറി. ഇപ്പം എന്തായാലും ഇപ്പോൾ അടച്ചിട്ടേക്കുവാണ് അമ്പലം. നമ്മുടെ ഇവിടുന്ന് ഒരു 3 ഈ തഞ്ചാവൂർ ക്ഷേത്രത്തിനെയൊക്കെ പോലെ തോന്നുന്ന ടൈപ്പിൽ അവിടെ 3 ദ്വാരങ്ങൾ അതായത് കാണാൻ പറ്റുന്നുണ്ട്.